أأنتم أولئك تحبونهم ولا يحبونكم وتؤمنون بالكتاب كله وإذا لقوكم قالوا آمنا وإذا خلوا عضوا عليكم الأنامل من الغيظ قل موتوا بغيظكم إن الله عليم بذات الصدور إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط ها أنتم أولئك നിങ്ങൾ തുഹിബ്ബൂനഹും അവരെ സ്നേഹിക്കുന്നു വലാ യുഹിബ്ബൂനകും അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലി നിങ്ങളെല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നു وَإِذَا لَقُوكُمْ قَالُوا آمَنَّا അവർ നിങ്ങളെ കണ്ടുമുട്ടിയാൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ്. وَإِذَا خَلَوْا عَضُّوا عَلَيْكُمُ الْأَنَامِلَ مِنَ الْغَيْظِ എന്നാൽ അവർ തനിച്ചാകുമ്പോൾ കടുത്ത പക കാരണം അവർ നിങ്ങളെ ഓർത്ത് വിരലുകൾ കടിക്കുന്നതാണ്. ഖുൽ മൂതു ബിഗൈദികും പറയുക, നിങ്ങളുടെ പക കാരണം നിങ്ങൾ തന്നെ മരിച്ചു പോകട്ടെ. ഇന്നല്ലാഹ അലീമും ബിദാതിസ് സുദൂർ തീർച്ചയായും അല്ലാഹു മനസ്സിലുള്ള കാര്യങ്ങൾ നന്നായി അറിയുന്നവനാണ്. ഇൻ തംസസ്കും ഹസനതുൻ തസുഹും നിങ്ങൾക്ക് വല്ല നന്മകളും ബാധിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്നതാണ്. വഇൻ തുസിബുകും സയ്യിഅതുൻ യഫ്റഹു ബിഹാ നിങ്ങൾക്ക് വല്ല തിന്മയും ബാധിച്ചാൽ അതിലവർ സന്തോഷിക്കുന്നതാണ്. വഇൻ തസ്ബിറു നിങ്ങൾ സഹനത മുറുകെ പിടിച്ചാൽ വതത്തഖു നിങ്ങൾ സൂക്ഷ്മതയോടെ നീങ്ങിയാൽ ലാ യദുറുകും കൈദുഹും ശൈആ അവരുടെ കുതന്ത്രം നിങ്ങൾക്ക് അല്പം പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത് അവർ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പടച്ചവൻ പരിപൂർണമായി കൈകാര്യം ചെയ്യുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മോശപ്പെട്ട ആളുകളുടെ, പ്രത്യേകിച്ചും കപട വിശ്വാസികളുടെ ചില ദുർഗുണങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് മനസ്സുണ്ടെങ്കിൽ അവർ നന്നാകുന്നതിന് വേണ്ടി
ഇത്തരം ആളുകളുമായി ആത്മബന്ധം സ്ഥാപിക്കാതിരിക്കുന്നതിന് വേണ്ടി, അതുപോലെ ഇത്തരം ദുർഗുണങ്ങളിൽ നിന്നും നാം ഓരോരുത്തരും അകന്ന് കഴിയുന്നതിന് വേണ്ടി ഈ 3 കാരണങ്ങളുടെ പേരിലാണ് അവരുടെ കുറ്റങ്ങൾ പറയുന്നത്. വെറുതെ ആരുടെയെങ്കിലും കുറ്റങ്ങൾ പറയുക, ആരോടെങ്കിലും പകയും വിദ്വേഷവുമായി നടക്കുക എന്നത് ഇസ്ലാമിന് വിരുദ്ധമാണ്. പരിശുദ്ധ ഖുർആൻ പറയാത്ത കാര്യമാണ്. ഒന്ന്, അവർ നന്നാകണം, ഡോക്ടർ കുറ്റങ്ങൾ പറയുന്നത് പോലെ പറയുകയാണ്. അതിലൂടെ നല്ല മനസ്സുണ്ടെങ്കിൽ അവർ നന്നായിത്തീരും. 2, നമ്മൾ സഹകരണത്തിന് തെരഞ്ഞെടുക്കുന്നവരിൽ ഇത്തരം ദുസ്വഭാവങ്ങൾ പാടില്ല. 3, ഇത്തരം ദുർഗുണങ്ങളെ നമ്മളും സൂക്ഷിക്കണം, ഖുർആനിന്റെ ആളുകളും സൂക്ഷിക്കണം. വിശുദ്ധമായ വേദം നൽകപ്പെട്ടിട്ടും പ്രവാചകന്മാരുമായി ബന്ധമുണ്ടായിട്ടും ശരിയായ നിലയിൽ വിനിയോഗിക്കാത്തതിന്റെ പേരിൽ ഉണ്ടായ കുഴപ്പങ്ങളാണിത്. അതുകൊണ്ട് അല്ലാഹു തആല ആ ദുസ്വഭാവങ്ങളെ എടുത്തു പറയുന്നു. അൻതും ഉലൈ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല. സ്നേഹമെന്ന് പറയുന്നത് 2 ഭാഗത്തു നിന്നുമായില്ല എങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നതല്ല. നിങ്ങളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, പക്ഷെ അവർ നിങ്ങളോട് ശത്രുതയും പകയും പുലർത്തുന്നു. അത്തരം ആളുകളോട് സ്നേഹം കാണിക്കുന്നത് കയ്യിൽ പാമ്പിനെ വളർത്തലാണ്. നാശമുണ്ടാക്കുന്നവർക്ക് പാല് കൊടുക്കലാണ്. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലി. നിങ്ങൾ, രണ്ടാമത്തെ കുഴപ്പം, നിങ്ങൾ എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നു, അവർ നിങ്ങളുടെ വേദമായ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല. എല്ലാ നബിമാരെയും നിങ്ങൾ ആദരിക്കുന്നു, എല്ലാ വേദഗ്രന്ഥങ്ങളെയും നിങ്ങൾ വിശ്വസിക്കുന്നു, അവരത് ചെയ്യുന്നില്ല. وَإِذَا لَقُوكُمْ قَالُوا آمَنَّا وَإِذَا خَلَوْا عَضُّوا عَلَيْكُمُ الْأَنَامِلَ مِنَ الْغَيْظِ. അവർ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നു. തനിച്ചാകുമ്പോൾ അവർ കടുത്ത കോപം കാരണം നിങ്ങളുടെ ഉയർച്ചകളെക്കുറിച്ചോർത്ത് വിരലുകൾ കടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ അസൂയ കാരണം, പക കാരണം അവർ ഈ രീതിയിൽ കഴിയുന്നു. ഖുൽ മൂതു ബിഗൈളികും. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പക കാണിക്കുന്നതായി നിങ്ങൾക്ക് പരസ്യമായി മനസ്സിലായാൽ നിങ്ങൾ അവരോട് പറയണം, നിങ്ങളുടെ ഈ പകയോടുകൂടി നിങ്ങൾ മരിച്ചുകൊള്ളുക. അതായത് നിങ്ങൾ എത്ര പക കാണിച്ചാലും അല്ലാഹു തആല ദീനിന് നൽകിയിരിക്കുന്ന മുന്നേറ്റത്തിൽ യാതൊരു കുറവുമുണ്ടാകുന്നതല്ല, നല്ലവരുടെ ഉയർച്ചയ്ക്ക് യാതൊരു താഴ്ചയും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ പക മാറ്റി നിങ്ങൾ നന്നാകിൻ, അല്ലെങ്കിൽ പകയോടുകൂടി നിങ്ങൾ മരിക്കാൻ നോക്കിൻ. മരിക്കുന്നതുവരെയും ഈ പക നിലനിർത്തേണ്ടി വരും. ഇന്നല്ലാഹ അലീമും ബിദാതിസ് സുദൂർ. അല്ലാഹു മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്.
വീണ്ടും അവരുടെ ചില ദുർഗുണങ്ങൾ പറയുന്നു. ഇൻ തംസസ്കും ഹസനതുൻ തസുഉഹും, നിങ്ങൾക്ക് വല്ല നന്മകളും ബാധിച്ചാൽ അവർക്ക് വലിയ ദുഃഖമാണ്. ഇതെല്ലാം അസൂയയുടെ കുഴപ്പമാണ്. ആർക്കെങ്കിലും വല്ല നന്മകളും ഉണ്ടായാൽ ഇവിടെ ഭയങ്കര എരിച്ചൽ, ബുദ്ധിമുട്ട്, ചൊറിച്ചൽ. فإن تصبكم سيئة يفرحوا بها, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിച്ചാൽ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. നല്ലവർക്ക് രോഗം വന്നു, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ മരണം സംഭവിച്ചു, അവർക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടായി, ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഓർക്കണം, അല്ലാഹു തആല 3 ലക്ഷ്യമാണ് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവരെ ഉണർത്തൽ. ഈ ദുസ്വഭാവങ്ങൾ നിങ്ങൾ മാറ്റി, നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ പടച്ചവൻ എടുത്ത് പറയുന്നു, നിങ്ങൾ മാറ്റിയാൽ നിങ്ങൾക്ക് നല്ലത്. 2, അല്ലാഹു തആല മറ്റുള്ളവരെ ഉണർത്തുന്നു, ഇത്തരം ആളുകളുമായി അടുപ്പം പാടില്ല, നിങ്ങളിലും ഈ ദുർഗുണങ്ങൾ ഉണ്ടാകും. നല്ലവരുമായി സഹവസിക്കും, നിങ്ങൾ നന്നായിത്തീരും. മോശപ്പെട്ടവരുമായി സഹവസിച്ചാൽ നിങ്ങൾ മോശപ്പെട്ടവരാകും. 3, ഇത് ഖുർആനിക വ്യക്തിത്വങ്ങളോടുള്ള ഉപദേശമാണ്. നിങ്ങളിൽ ഇത്തരം ദുസ്വഭാവങ്ങൾ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളവരെ തിരിച്ച് സ്നേഹിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉപകാരികൾ, അവർക്ക് നിങ്ങൾ നന്ദിയുള്ളവരാകണം. എല്ലാ വേദങ്ങളിലും വിശ്വസിക്കണം. അകവും പുറവും ഒരുപോലെയാകണം. മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ സന്തോഷിക്കണം, അതിൽ ആശംസിക്കണം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കാണുമ്പോൾ അതിൽ അനുശോചനം രേഖപ്പെടുത്തണം, നിങ്ങൾ ദുഃഖിക്കണം. പടച്ചവൻ ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന് തടഞ്ഞ് സൽസ്വഭാവങ്ങൾ ഇതിലൂടെ പടച്ചവന് പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹു ഉണ്ടാക്കിയെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവസാനമായ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ശത്രുതയും അസൂയയും പകയും വിദ്വേഷവും കുത്തിത്തിരിപ്പും കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതേ രീതിയിൽ തിരിച്ചടിക്കണം. അവർ നിങ്ങളുടെ നാശനഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നു, നിങ്ങൾ അവരുടെ നാശനഷ്ടങ്ങളിൽ സന്തോഷിക്കണോ? അതുപോലെ അവരുടെ സന്തോഷങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കണോ? അവരുടെ പക പോലെ നിങ്ങളും പക കൊണ്ട് നടക്കണമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ അതേ നാണയത്തിൽ തിരിച്ചടി തരണമോ? അള്ളാഹു പറയുന്നു, ഇല്ല. വേണ്ടത് എന്താണ്? നിങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണം? വഇൻ തസ്ബിറൂ, നിങ്ങൾ സഹനത മുറുകെ പിടിക്കണം. പടച്ചവന്റെ കൽപ്പന എന്താണ്, പ്രവാചകന്റെ മാർഗം എന്താണെന്ന് മനസ്സിലാക്കിയതിൽ ഉറച്ചു നിൽക്കണം. വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. അവരുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷ്മത കാണിക്കണം. പടച്ചവനോട് ഭയഭക്തി പുലർത്തണം. ഈ 2 ഗുണങ്ങളുണ്ടെങ്കിൽ ലാ യദുറുകും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, അല്ലാഹു അവർ പ്രവർത്തിക്കുന്ന സകല കാര്യങ്ങളെയും പരിപൂർണമായി അറിയുകയും കാണുകയും കേൾക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവനാണ്. പടച്ചവന്റെ പിടിയിൽ നിന്ന് അവരാരും വിട്ടുപോകുന്നതല്ല. പടച്ചവൻ എല്ലാവരെയും പിടിക്കേണ്ടതുപോലെ പിടിക്കും. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വലിയ ഒരു വിളക്കാണ് ഈ അവസാനത്തെ വാക്ക്. നമ്മളോട് ആരെങ്കിലും ശത്രുത കാണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചങ്ങോട്ട് അടിക്കണം. തിരിച്ചതുപോലെ കുതന്ത്രങ്ങൾ കാണിക്കണം. 1 പറഞ്ഞാൽ 10 നമ്മൾ ആക്ഷേപിക്കണം. അള്ളാഹു പറയുന്നു, ശത്രുക്കളോടുള്ള സമീപനം എന്താകണം? ശത്രുതയുടെയും അസൂയയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും ഇടയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം? നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ, സ്ഥാപനത്തിൽ, സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം? വഇൻ തസ്ബിറൂ, 1 നിങ്ങൾ സഹനത മുറുകെ പിടിക്കണം. ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. വതത്തഖൂ, 2 നിങ്ങൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങണം. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങും. പിന്നെ അവരുടെ കുതന്ത്രങ്ങളോ?
ലാ യദുറുകും കൈദുഹും ശൈആ, അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതല്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, എല്ലാം അറിയുന്ന കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരുന്നത്. നിങ്ങൾ പടച്ചവൻ പറയുന്നത് പാലിച്ച് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.